മനോരമ ചെയ്തിരിക്കുന്ന ഒരു തെമ്മാടുത്തം നോക്കണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ഒരു തീപിടുത്തമുണ്ടായി. തീപിടുത്തം എന്ന് പറഞ്ഞാൽ ഈ ഐസിയുനകത്ത് ഒരു വെന്റിലേറ്റർ ബെഡിൽ ഒരു ചെറിയ പൊട്ടിത്തെറിയും അതിനോടൊപ്പം പുകയുണ്ടായി. ഉടൻ തന്നെ ജീവനക്കാർ ആ തീ അണച്ച് അവിടെ രക്ഷാപ്രവർത്തനം നടത്തി. വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്ന എല്ലാ പേഷ്യൻസിനെയും മറ്റൊരു ഐസിയുയിലേക്ക് അതേപടി തന്നെ ഓക്സിജൻ സിലിണ്ടർ കണക്ട് ചെയ്ത് അവർ മാറ്റുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ രോഗികൾ മരിക്കേണ്ടതാണ്. ആണല്ലോ അല്ലേ? ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിയുമ്പോൾ പിറ്റെന്നോ അതിന്റെ അടുത്ത ദിവസമൊക്കെ സർവ്വസാധാരണമായി വെന്റിലേറ്ററിൽ തുടരുക എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യവാനായിട്ടുള്ള രോഗികളായിരിക്കില്ലല്ലോ അല്ലേ? അതായത് ഗുരുതരമായിട്ട്, അതായത് ഹൈലി ക്രിട്ടിക്കലായി കിടക്കുന്നത്. അതൊരു പക്ഷേ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായില്ലെങ്കിലും മരണപ്പെടാവുന്ന കേസുകളാണ്. 90% മരണപ്പെടുമെന്ന് ഉറപ്പുള്ളവരെ 10% വെന്റിലേറ്റർ വെച്ച് ജീവിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള പേഷ്യന്റിന് സ്വാഭാവികമായിട്ട് ഡെത്ത് സംഭവിക്കുന്നത് സർവ്വസാധാരണമാണ്. അങ്ങനെയുള്ള സംഭവവികാസങ്ങളെ ഇപ്പോ തീപിടുത്തവുമായി കൊണ്ടുവന്ന് കണക്ട് ചെയ്യുകയാണ്. അതായത് നിങ്ങൾ എല്ലാവരും കണ്ടൊരു കാഴ്ചയാണ്. തീപിടുത്തമുണ്ടായ സന്ദർഭങ്ങളിൽ ജീവൻ പോലും പണയം വെച്ച് ഡോക്ടർമാരും ജീവനക്കാരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും രാഷ്ട്രീയ ഭേദമന്യേ സകലരും ചേർന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്തി. അരമണിക്കൂറിനകത്ത് ആ ഒരു ഫ്ലോറിൽ നിന്നുള്ളവരെ എല്ലാം അടുത്ത ഐസിയുയിലേക്ക് മാറ്റി. അങ്ങനെയുള്ള പ്രവർത്തനം ജീവൻ പണയം വെച്ച് ചെയ്ത ആരോഗ്യ പ്രവർത്തകരാണ്. അവരെക്കുറിച്ച് ഒരു നല്ല വാക്ക് പറയണ്ട. പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെ പറയാറില്ലേ, എല്ലായിടത്തും കാണും ചില കുളയട്ടമാണ്. അതായത് ഡോക്ടർമാരുടെ രൂപത്തിൽ ഉണ്ടാകും. 2 മാസം മാത്രം റിട്ടയർ ആകാനുള്ള ചില ഡോക്ടർമാർ അതിനകത്തുണ്ട്. അവര് സ്വകാര്യ ആശുപത്രിയായിട്ട് ഇപ്പോൾ തന്നെ കരാറിൽ ഏർപ്പെട്ടു. അവർ ഇവിടെ നിന്ന് റിട്ടയർ ആയ ചെന്ന ഉടനെ എന്ത് ചെയ്യാം? ജോലിയിൽ പ്രവേശിക്കാം. അങ്ങനെയുള്ളവർക്ക് അവരുടെ രാഷ്ട്രീയവും കൂടി വെച്ച് നോക്കുമ്പോൾ മനോരമ വലിയൊരു സഹായിയാണ്. അങ്ങനെ മനോരമയെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു തെമ്മാടുത്ത വാർത്ത കൊടുപ്പിച്ചതാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് യാഥാർത്ഥ്യം? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓരോ ദിവസവും പല കാരണങ്ങളാൽ മരണങ്ങൾ സംഭവിക്കാറുണ്ട്. അതായത് മനുഷ്യർ രോഗം മൂർച്ഛിച്ച് അല്ലെങ്കിൽ ഗുരുതരമായ അസുഖമോ ആക്സിഡന്റോ എന്തെങ്കിലും സംഭവിച്ച് ജീവൻ നഷ്ടപ്പെടുന്നത് സർവ്വസാധാരണമാണ്. അങ്ങനെ എല്ലാ ദിവസവും നടക്കുന്ന സംഭവവികാസങ്ങൾ ഇന്നലെയും അല്ലെങ്കിൽ അതിന്റെ മുന്നത്തെ ദിവസവും നടന്നു. ആ ദിവസങ്ങളിൽ നടന്ന സംഭവവികാസങ്ങളെ ഈ തീപിടുത്തവുമായി കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ശുദ്ധ തെമ്മാടുത്തമാണോ അല്ലയോ? അതാണ് തുടക്കത്തിലെ പറഞ്ഞ പോലെ ചിലരുണ്ട് എങ്ങനെ ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെ തകർക്കണം, അതിലൂടെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും കിട്ടുന്ന ചികിത്സ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിനുള്ള ഒരു ആശ്വാസങ്ങളായിട്ടുള്ള ഇടങ്ങൾ അതിനെ നശിപ്പിച്ചിട്ട് സ്വകാര്യ മുതലാളിമാരിലേക്ക് എത്തിക്കണം. കാര്യം മെഡിക്കൽ കോളേജിൽ നിന്ന് മനോരമയ്ക്ക് ഒരിക്കലും വരുമാനം ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. മെഡിക്കൽ കോളേജിനെ തകർത്താലല്ലേ മുതലാളിമാർക്ക്, ഏത് സ്വകാര്യ മുതലാളിമാർക്ക് വലിയ വരുമാനം ഉണ്ടാകത്തുള്ളൂ. അതിലൂടെ മനോരമയുടെ മുതലാളിക്ക് കാര്യമായിട്ട് മാസപ്പടി വാങ്ങാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ഒരു സംഭവത്തെ ഇല്ലാത്ത രീതിയിൽ വക്രീകരിച്ചുകൊണ്ട്